നെക്സ്റ്റ് ടോപ്പിക് ടോർഷൻ. ടോർഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു ബീമുണ്ട്. ആ ബീമിനകത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു മൊമെൻ്റ് ആക്ട് ചെയ്യുകയാണ്. മൊമെൻ്റ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ഡെവലപ്പ് ചെയ്യും? അവിടെ ഒരു ട്വിസ്റ്റിങ് ഡെവലപ്പ് ചെയ്യും. അതിനെയാണ് ടോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബീം എന്ന് പറയുമ്പോൾ ബീമിൽ ഒരു എൻഡ് ഫിക്സഡ് ആയിരിക്കും, അതർ എൻഡ് ഫ്രീ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കും സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിരിക്കാം. അപ്പോൾ ഇതിനകത്ത് മൊമെൻ്റ് ആക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഡെവലപ്പ് എ ട്വിസ്റ്റിംഗ് എഫക്റ്റ്. ആ ട്വിസ്റ്റിംഗ് എഫക്റ്റിനെയാണ് ടോർഷൻ എന്ന് പറയുന്നത്. Definition: a member is said to be in torsion when it is subjected to moment about its axis. The effect of torsional moment on a member is to twist it, and hence torsional moment is also known as twisting moment or torque. So ഈ definition പഠിക്കണം. നിങ്ങൾക്ക് പാർട്ട് എയിൽ ചോദിക്കാറുണ്ട് definitions. The effect of torsional moment on a member is to twist it, and hence torsional moment is also known as twisting moment or torque. So torsion of the first topic, torsion of shaft. Our torsion of shafts and the equations മാത്രം പഠിച്ചാൽ മതി. ഡെറിവേഷൻസ് നിങ്ങളുടെ സിലബസിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പം നമുക്ക് ജസ്റ്റ് അസംഷൻസ് പഠിക്കണം. അസംഷൻസും പിന്നെ ഇതിൻ്റെ ഇക്വേഷൻസും മാത്രം പഠിച്ചാൽ മതി. ഡെറിവേഷൻസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ യുവർ സിലബസ്. സോ ടോർഷൻ ഓഫ് ഷാഫ്റ്റ്. എ ഷാഫ്റ്റ് ഈസ് സെഡ് ടു ബി ഇൻ ടോർഷൻ when equal and opposite torques are applied at the two ends of the shaft. When equal and opposite torque are applied at the two ends of the shaft. So the torque is equal to the product of the force applied and radius of the shaft. So ഇതൊക്കെ definitions പഠിച്ചിരിക്കണം. The torque is equal to the product of the force applied and radius of the shaft. So നമ്മൾ പറഞ്ഞു ഒരു ബോഡിയിൽ മൊമെൻ്റ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിനകത്തൊരു ട്വിസ്റ്റിംഗ് എഫക്റ്റ് ഉണ്ടാവും. ആ ട്വിസ്റ്റിംഗ് എഫക്റ്റിനെയാണ് ടോർക്ക് എന്ന് പറയുന്നത്. ഇനി ഇത് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഈ ബോഡിയിൽ അതിങ്ങനെ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും ഡെവലപ്പ് ചെയ്യും. Due to the application of torque at the two ends, the shaft is subjected to twisting moment. This causes shear stress and shear strain in the material of the shaft. അപ്പോൾ ട്വിസ്റ്റിംഗ് എഫക്റ്റ് ഡെവലപ്പ് ചെയ്തത് കൊണ്ട് ഇതിനകത്ത് ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും ഡെവലപ്പ് ചെയ്യും. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഷിയർ സ്ട്രെസ് പ്രൊഡ്യൂസ്ഡ് in a circular shaft subjected to torsion. Shear stress produced in a circular shaft subjected to torsion. അപ്പോൾ നമുക്ക് ഡെറിവേഷൻ വേണ്ട, ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ബിക്കോസ് സിലബസിൽ അത്രയും മാത്രമേ പറയുന്നുള്ളൂ, ഇക്വേഷൻസ് ആൻഡ് പ്രോബ്ലംസ്. അപ്പോൾ ഇതൊരു സർക്കുലർ ഷാഫ്റ്റ് ആണ്. ഈ വരച്ചിരിക്കുന്നത് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ആണ്. സോ ഇതാണ് സർക്കുലർ. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഈ വരച്ചിരിക്കുന്നത്, അതിൻ്റെ ക്രോസ് സെക്ഷൻ. സോ ഇവിടെ എന്ത് ചെയ്യുന്നു? ടോർക്ക് അപ്ലൈ ചെയ്യുന്നു. ഷാഫ്റ്റിൻ്റെ വൺ എൻഡ് ഫിക്സഡ് ആണ്. ഈ പറയുന്ന ബി എന്ന് പറഞ്ഞ പോയിന്റിലാണ് ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. മൊമെന്റ് ഡെവലപ്പ് എന്ത് ചെയ്യുന്നു? ഇത് ട്വിസ്റ്റ് ചെയ്തു. അപ്പോൾ ട്വിസ്റ്റ് ചെയ്തതാണ് ഈ സെൻറ്റർ പോയിന്റ് ഡി ഡാഷിലേക്ക് ട്വിസ്റ്റ് ചെയ്തു. ഇതിനകത്ത് ഈ ഫൈ കൊടുത്തിരിക്കുന്നതാണ് ഷിയർ സ്ട്രെയിൻ. ഫൈ ആണ് ഷിയർ സ്ട്രെയിൻ. പിന്നെ ഈ തീറ്റ കൊടുത്തിരിക്കുന്നതാണ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. അപ്പോൾ ഇത് ക്രോസ് സെക്ഷൻ ആണ്. ഈ ഫ്രണ്ട് വ്യൂ ഇവിടെ നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഈ വരച്ചിരിക്കുന്ന ക്രോസ് സെക്ഷണൽ വ്യൂ. അപ്പോൾ ഈ ഫൈ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. തീറ്റയാണ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. എന്ന് വെച്ചാൽ ഈ ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൊമെന്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റ് മുകളിലേക്ക് ട്വിസ്റ്റ് ചെയ്തു. ഇനി ഇതിനകത്ത് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഇക്വേഷൻ നോക്കിയിട്ട് പറയാം. ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് വേണ്ട, ജസ്റ്റ് ഫൈനൽ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. സോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ബോഡിയിൽ ടോർഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് കിട്ടുന്നത്. ടോ ഇത് ഷിയർ സ്ട്രെസ് ആണ്. ഷിയർ സ്ട്രെസ് ടോ ഈസ് ഈക്വൽ ടു ആർ സി തീറ്റ ഡിവൈഡഡ് ബൈ എൽ. ഇതിനകത്ത് ആർ എന്ന് പറഞ്ഞാൽ
ഷാഫ്റ്റിൻ്റെ റേഡിയസ് ആണ്, C for modulus of rigidity, theta for angle of twist and L for length of the shaft. അപ്പോൾ നമ്മൾ ഷിയർ സ്ട്രെസ്, ഷാഫ്റ്റിൻ്റെ ഷിയർ സ്ട്രെസ് ഡിറൈവ് ചെയ്തിരിക്കുകയാണ്. ടോ ഈസ് ഈക്വൽ ടു R C theta divided by L, where R stands for radius of the shaft, C for modulus of rigidity, theta angle of twist and L for length of the shaft. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ അകത്ത് for a given shaft subjected to a given torque, the value of C theta and L are constant. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ടോ ഈസ് ഈക്വൽ ടു സി തീറ്റ ആർ സി തീറ്റ ഡിവൈഡഡ് ബൈ എൽ. അപ്പോൾ ഒരു ഷാഫ്റ്റിനകത്ത് ടോർക്ക് കോൺസ്റ്റന്റ് ആണെങ്കിൽ ദ വാല്യൂ ഓഫ് സി തീറ്റ ആൻഡ് എൽ വിൽ ബി കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടോ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റേഡിയസ്. അപ്പോൾ ഷിയർ സ്ട്രെസ് വിൽ ബി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ്, and it can be written as shear stress divided by radius of shaft is equal to a constant value. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം പറയാം. സോ ഇതാണ് നമ്മുടെ ക്രോസ് സെക്ഷൻ ഓഫ് ദ ഷാഫ്റ്റ്. ക്രോസ് സെക്ഷൻ ഓഫ് ദ ഷാഫ്റ്റ്, ഇത് സെന്റർ ഓഫ് ദ ഷാഫ്റ്റ്. സെന്റർ ഓഫ് ദ ഷാഫ്റ്റിൽ നിന്ന് ഔട്ടർ പോയിന്റുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ്. അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് ഷിയർ സ്ട്രെസ്. അപ്പോൾ ഇത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും എന്ന് പറയുന്നു, അല്ലെങ്കിൽ ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് കിട്ടി. ഇനി ഇഫ് ക്യൂ ഈസ് ദ ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് അറ്റ് എ റേഡിയസ് ആർ ഫ്രം ദ സെന്റർ ഓഫ് ദ ഷാഫ്റ്റ്, അപ്പോൾ അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം സെന്റർ ഓഫ് ദ ഷാഫ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ക്യൂ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ എന്ന് എഴുതാം. ക്യൂ എന്ന് പറയുന്നത് ഷാഫ്റ്റിന്റെ ഉള്ളിൽ ഏതോ പോയിന്റ് ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ആണ്. അത് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം സെന്റർ ഓഫ് ദ ഷാഫ്റ്റ് ആണ്. സോ നമുക്ക് ഇങ്ങനെയും ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ. ക്യൂവും ഷിയർ സ്ട്രെസ് ആണ്, ആർ റേഡിയസ് ആണ്. ഇത് ക്യാപിറ്റൽ ആർ എന്ന് വെച്ചാൽ ഔട്ടർ വരെയുള്ള റേഡിയസ് ആണ്. ടോ എന്ന് വെച്ചാൽ ഇതിന്റെ ഔട്ടർ സർഫസിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ആണ്. സോ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു സി തീറ്റ ബൈ എൽ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടതാണ്. സോ ടോർഷൻ ഓഫ് ഷാഫ്റ്റ് അല്ലെങ്കിൽ ഡെറിവേഷൻ ഫോർ ഷിയർ സ്ട്രെസ് പ്രൊഡ്യൂസ് ഇൻ എ സർക്കുലർ ഷാഫ്റ്റ് സബ്ജക്റ്റഡ് ടു ടോർഷൻ, അല്ലെങ്കിൽ ടോർഷൻ ഓഫ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. Tau by R is equal to C theta by L is equal to Q by R. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് അസംഷൻസ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ എഴുതാനായിട്ട് ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു സി തീറ്റ ബൈ എൽ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ, ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് ഷാഫ്റ്റിനകത്ത് നമ്മൾ കുറച്ച് അസംഷൻസ് കൺസിഡർ ചെയ്തായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഏത് ഡെറിവേഷൻ ചെയ്താലും അതിനകത്ത് കുറച്ച് അസംഷൻസ് ഉണ്ടാകും. ഈ ടോർഷൻ ഓഫ് ഷാഫ്റ്റിൻ്റെ ഈ അസംഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചതാണ്. സോ ഫസ്റ്റ് അസംഷൻ, the material of the shaft is uniform throughout. Second one, the twist along the shaft is uniform. And third one, the shaft is of uniform circular section throughout. Fourth one, the cross section of shaft which are plane before twist remain plane after twist. Fifth one, all radii which are straight before twist remain straight after twist. So ഈ 5 assumptionsഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Moving on to next topic, maximum torque transmitted by a circular solid shaft. Maximum torque transmitted by a circular solid shaft. ഇവിടെയും നമുക്ക് ഡെറിവേഷൻ ഉണ്ട്, പക്ഷെ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങളുടെ സിലബസിൽ ഡെറിവേഷൻസ് ഇല്ല, ഡയറക്റ്റ് ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ എ സർക്കുലർ സോളിഡ് ഷാഫ്റ്റ്, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് T torque is equal to pi by 16, pi divided by 16 into tau d cube, where tau stands for shear stress and d for diameter of circular solid shaft. So T is equal to pi by 16 tau d cube. ഇതാണ് maximum torque transmitted by circular solid shaft in the equation.
torque is equal to pi by 16 into tau d cube. So equation മറക്കരുത്, torque T is equal to pi by 16 into tau d cube, where tau എന്ന് വെച്ചാൽ shear stress, d diameter of the shaft. So next one ആണ് torque transmitted by a hollow circular shaft. അപ്പോൾ hollow circular shaftനകത്ത് ഇക്വേഷനകത്ത് ഒരു ചെറിയ ചേഞ്ചേ ഉള്ളൂ. ഇവിടെയും ഡെറിവേഷൻ ഉണ്ട്, പക്ഷേ ഡെറിവേഷൻ സിലബസിൽ ഇല്ല. torque T is equal to pi by 16 into tau. tau എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഷിയർ സ്ട്രെസ് ആയിരുന്നു. tau is equal to d outer power 4 minus d inner power 4. d outer power 4 എന്ന് വെച്ചാൽ outer diameter minus inner diameter, രണ്ടും raised to the power 4 divided by d outer. അപ്പോൾ DO അല്ലെങ്കിൽ d outer എന്ന് പറയുന്നത് outer diameter. ഇവിടെ എന്താണ്? ഹോളോ സർക്കുലർ ഷാഫ്റ്റ് ആണ്. ഹോളോ ആകുമ്പോൾ എന്തായിരിക്കും? നമുക്ക് ഒരു തിക്നെസ് ഉണ്ടാകും, നടുക്ക് ഹോളോ ആണ്. അപ്പോൾ ഔട്ടർ ഡയമീറ്റർ ആണ് DO, അല്ല ഇന്നർ ഡയമീറ്റർ ആണ് DI എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. സോ ഇക്വേഷൻ കണ്ടല്ലോ, T is equal to pi by 16 tau d outer power 4 minus d inner power 4 divided by d outer. Next portion, power transmitted by shaft. അപ്പോൾ ഷാഫ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന പവർ. സോ പവറിന്റെ ഇക്വേഷൻ ആണ് 2 pi nt by 60. പവർ ഈസ് ഈക്വൽ ടു 2 pi nt divided by 60. ഇനി ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പവറിനെ ഡിഫൈൻ ചെയ്യുന്നത് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്നാണ്. ദ പവർ ഈസ് ഡിഫൈൻഡ് ആസ് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ടേക്കിംഗ് സെക്കൻഡ് ആസ് ദ യൂണിറ്റ് ഓഫ് ടൈം, ദെൻ ആംഗിൾ ത്രൂ വിച്ച് ടോർക്ക് മൂവ് ഇൻ 1 second ഈസ് ഈക്വൽ ടു 2 pi n by 60. ഇവിടെ നമ്മൾ സെക്കൻഡ് ആണ് ടൈമിന്റെ യൂണിറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 2 pi n by 60 എന്ന് കൊടുത്തിരിക്കുന്നത്. Therefore, power is equal to work done per second. Work done per second is equal to 2t into 2 pi n by 60 and 2 pi n by 60 power. And unit is equal to Newton meter per second, and that is equal to watt. അപ്പോൾ യൂണിറ്റ് പവറിന്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്. ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ആണ് പവറിന്റെ യൂണിറ്റ്. ഇനി വെയർ ഇതിനകത്ത് എന്നും ടിയും എന്താണെന്ന് അറിയണ്ടേ. വെയർ n stands for revolutions per minute of the shaft. n revolutions per minute of the shaft. T mean torque transmitted. T mean torque transmitted. അപ്പോൾ n number of revolutions per minute, T mean torque transmitted. ഇനി നമുക്ക് ഒമേഗ എന്നൊരു ടേം ഉണ്ട്. ഒമേഗ is equal to angular speed of the shaft. ഒമേഗ എന്ന് പറയുന്നതാണ് 2 pi n by 60. 2 pi n by 60. ഈ ഒരു ടേം ആണ് ഒമേഗ എന്ന് പറയുന്നത്. ഒമേഗ is equal to angular speed of the shaft. അപ്പോൾ നമുക്ക് പവറിനെ നമുക്ക് ഒമേഗ ടി എന്ന് വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാം. സോ പവർ is equal to ഒമേഗ into t, where ഒമേഗ angular speed of the shaft. angular speedന്റെ ഫോർമുല 2 pi n by 60. So next one ആണ് expression for torque in terms of polar moment of inertia. Polar moment of inertia. Polar moment of inertia നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ J വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി polar moment of inertia എന്താണെന്ന് നോക്കാം. Polar moment of inertia of a plane area is defined as the moment of inertia of the area about an axis. Moment of inertia of the area about an axis perpendicular to the plane of the figure and passing through the center of gravity of the area. So polar moment of inertia defined as a moment of inertia of an area about an axis perpendicular to the plane of the figure and passing through the center of gravity of the area. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമുക്ക് ഉള്ള ഒരു ഒബ്ജക്റ്റ്. ഇതിന്റെ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് വെച്ചാൽ എന്തായിരിക്കും? മൊമെന്റ് ഓഫ് ഇനേഷ്യ, നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ നേരത്തെ ടോസ് 1 പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. മൊമെന്റ് ഓഫ് ഇനേഷ്യ
അപ്പോൾ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് ഈ പ്ലെയിൻ, ഈ കാണിച്ചിരിക്കുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് എന്തായിരിക്കും, അത് ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ജെ. സോ ഇതാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ വെച്ചിട്ടുള്ള ഇക്വേഷൻ. T by J is equal to tau by R is equal to C theta by L. where T എന്തായിരുന്നു, മാക്സിമം ടോർക്ക് അല്ലെങ്കിൽ ടോർക്ക് ട്രാൻസ്മിറ്റഡ് ആണ്. J ആണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. Tau എന്ന് പറയുന്നത്, tau stands for shear stress, R for radius of the shaft, and C stands for modulus of rigidity, theta angle of twist, and L for length of the shaft. ഇനി അടുത്തതാണ് പോളാർ മോഡുലസ് ഓർ ടോർഷണൽ സെക്ഷൻ മോഡുലസ്. അത് ഡിനോട്ട് ചെയ്യുന്നത് ZP വെച്ചിട്ടാണ്. പോളാർ മോഡുലസ് ഓർ ടോർഷണൽ സെക്ഷൻ മോഡുലസ്. So polar modulus or torsional section modulus is defined as the ratio of polar moment of inertia to the radius of the shaft. അപ്പോൾ polar moment of inertia divided by radius of the shaft ആണ് polar modulus. അപ്പോൾ for solid shaft J യുടെ value is equal to pi by 32 d power 4 ആണ്. For solid shaft J യുടെ value pi by 32 d power 4. അപ്പോൾ ZP എന്ത് കിട്ടും? ZP എന്ന് പറയുമ്പോൾ pi by 32 d power 4 divided by R. So R അല്ല നമുക്ക് വേണ്ട D ആണ്. അപ്പോൾ എന്ത് എഴുതാം? D divided by 2 എന്ന് എഴുതാം. Therefore ZP is equal to pi by 16 d cube. ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. Polar modulus for a solid shaft is equal to pi by 16 into d cube. Pi by 16 d cube. ഇനി ഹോളോ ഷാഫ്റ്റിന്റെ ഇക്വേഷൻ നോക്കാം. ഹോളോ ഷാഫ്റ്റിനകത്ത് polar modulus in the value J is polar moment of inertia value J is equal to polar moment of inertia is equal to pi by 32 d outer power 4 minus d inner power 4. d outer power 4 minus d inner power 4. അപ്പോൾ നമുക്ക് ZP കിട്ടാനായിട്ട് polar modulus or torsional section modulus കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ZP is equal to J divided by ZP is equal to J divided by R. അപ്പോൾ J യുടെ വാല്യൂ ഇതാണ്, ഇതേ ഡിവൈഡഡ് ബൈ R. R എന്ന് എഴുതാൻ പറ്റില്ല, നമുക്ക് എന്താ D ആണ് മുകളിലുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? D divided by 2. നമ്മൾ എടുക്കേണ്ട D ഔട്ടർ ആണ്, ഔട്ടർ ഡയമീറ്റർ ആണ് എടുക്കേണ്ടത്. D ഔട്ടർ ഡിവൈഡഡ് ബൈ 2. സോ ഈ 2ഉം ഈ 32ഉം തമ്മിൽ ക്യാൻസൽ ആയി പോകും. അപ്പോൾ pi by 16 D outer power 4 minus D inner power 4 divided by D outer. ഞാൻ ഇക്വേഷൻ കാണിച്ചു തരാം. സോ പോളാർ മോഡുലസ്, പോളാർ സെക്ഷൻ മോഡുലസ്, ഇതിന്റെ ഫൈനൽ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇപ്പം ഞാൻ ഡെറിവേഷൻ പോലെ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് പഠിക്കണമെന്നില്ല. ഇനി എങ്ങാനും നിങ്ങൾക്ക് ഇക്വേഷൻ മറന്നു പോയാൽ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ZP is equal to pi by 16 D outer into D outer power 4 minus D inner power 4. അപ്പോൾ D O അല്ലെങ്കിൽ D outer എന്ന് വെച്ചാൽ ഔട്ടർ ഡയമീറ്ററും D I എന്ന് വെച്ചാൽ ഇന്നർ ഡയമീറ്ററും ആണ്. ഹോളോയ്ക്ക് ആകുമ്പോൾ ഔട്ടർ ഡയമീറ്ററും ഉണ്ടാകും, ഇന്നർ ഡയമീറ്ററും ഉണ്ടാകും. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ്. നെക്സ്റ്റ് ടോപ്പിക്, സ്ട്രെങ്ത് ഓഫ് എ ഷാഫ്റ്റ് ആൻഡ് ടോർഷണൽ റിജിഡിറ്റി. സ്ട്രെങ്ത് ഓഫ് എ ഷാഫ്റ്റ് ആൻഡ് ടോർഷണൽ റിജിഡിറ്റി. So strength of a shaft means the maximum torque or maximum power the shaft can transmit. Strength of a shaft എന്ന് വെച്ചാൽ maximum torque or maximum power the shaft can transmit. ഇനി torsional rigidity equation. Torsional rigidity is equal to modulus of rigidity into polar moment of inertia, CJ. Torsional rigidity is equal to modulus of rigidity, C into polar moment of inertia. So torsional rigidity is also defined as the torque required to produce a twist of 1 radian per unit length of the shaft. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡെഫിനേഷനും കൂടെ ഉണ്ട്. Torsional rigidity is also defined as the torque required to produce a twist of 1 radian per unit length of the shaft. So torque T by J is equal to C theta by L. അപ്പോൾ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ, അതിനകത്ത് T by J is equal to C theta by L എഴുതി. അതിനകത്ത് CJ മാത്രമായിട്ട് എഴുതി. ഈ C ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ CJ
ഇത് L ഇങ്ങോട്ട് കൊണ്ടുവന്ന് തീറ്റ താഴത്തേക്ക് പോയി, അപ്പോൾ T into L by theta. And Cj is known as torsional rigidity. Torsional rigidity is equal to TL divided by theta. Torsional rigidity is equal to TL divided by theta when L is equal to 1 meter and theta is equal to 1 radian. അപ്പോൾ എന്ത് വരും? ടോർഷണൽ റിജിഡിറ്റി വിൽ ബി ഈക്വൽ ടു ടോർക്ക്. അപ്പോൾ ലെങ്ത് 1 മീറ്റർ ആണ്, തീറ്റ 1 റേഡിയൻ ആണെങ്കിൽ ടോർഷണൽ റിജിഡിറ്റി വിൽ ബി ഈക്വൽ ടു ടോർക്ക്. ഈ ലെക്ചറിൽ ഇത്രയും ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഓരോ ടോപ്പിക്കിൻ്റെയും ഡെഫിനിഷൻസും അതേ കണക്ക് തന്നെ അതിൻ്റെ ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി. ഇതിനകത്തുനിന്ന് സിമ്പിൾ പ്രോബ്ലംസ് മാത്രമേ ചോദിക്കുകയുള്ളൂ. ബി ആർക്കിന് സിമ്പിൾ പ്രോബ്ലംസ് എന്നൊക്കെ സിലബസിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. ജസ്റ്റ് ഇക്വേഷൻസ് പഠിക്കുക, ഇക്വേഷൻസ് പഠിച്ചിട്ട് അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുക. അതേപോലെ ഇതിനകത്ത് അസംഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. shear stress produced in a circular shaft subjected to torsion, അതിൻ്റെ അസംഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ലെക്ചറിൽ ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. താങ്ക് യു.